ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തുട്ടാണ് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊന്ന് എന്താ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാളും ടേസ്റ്റിൽ നമുക്കൊന്ന് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നും ഹെൽത്തി അല്ലേ. അപ്പോൾ ഇതുപോലെ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്കൊന്ന് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആവും അല്ലേ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താലോ. അതിനായിട്ട് ഞാനിതിന് ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പോളം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 6 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാം. അപ്പോൾ ഇതിനെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉഴുന്നൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് 2 ട്രിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ ടങ്ക് സ്ലിപ്പാവും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ബൗളിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം റവയും 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മാവൊക്കെ ഒന്ന് പൊന്തി വരും. ഞാനിവിടെ 2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മുഴുവനോടുള്ള കുരുമുളക് ഒരു 5-10 ഒരു 5-6 ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ അരിപ്പ കൊണ്ടോ അല്ലെങ്കിൽ ചട്ടകം കൊണ്ടോ നമുക്കിതുപോലെ കുറച്ച് മാവ് ഒരു ബോൾ മാവ് വെച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ഹോളാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ കൈ കൊണ്ട് തന്നെ ഇടും. നമുക്കത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ എല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉഴുന്നുവട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഉഴുന്നുവടയിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഉഴുന്നുവടയല്ല ഉഴുന്നിൽ. അപ്പോൾ നല്ലതാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഉഴുന്നാണല്ലോ, ഫുള്ള് ഉഴുന്നാണല്ലോ, ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും ഹാപ്പി ആവും, നമ്മളും ഹാപ്പി ആവും അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. എന്തായാലും ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉഴുന്നുവട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.